ഹലോ രേണുക ഉണ്ണിക്കണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമോ എന്തോ ഒരു ഭയങ്കര സന്തോഷമോ വിഷമോ എന്തൊക്കെയോ തോന്നി. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു നായ്ക്കുട്ടി നോക്കി, അത് ആ ലേഡി ചായ, ഒരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ അവിടെ ചായ കുടിക്കാൻ വന്നിരിക്കുന്നത്. പക്ഷേങ്കിൽ ആ ചായ കുടിക്കാൻ പൈസ ഒക്കെ എടുക്കുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിന് കാലിനും കൈക്കും ബുദ്ധിമുട്ടുള്ളതാണ് കേട്ടോ. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീയാണ്. ഒരു ഇങ്ങനെ എന്താ പറയുക, ചക്രം വെച്ചിട്ടുള്ള ഒരു വണ്ടിയിൽ ഉന്തിയിട്ടാണ് അത് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെല്ലാവരെയും കാണിക്കണം തോന്നി. എന്താണെന്നറിയോ, ആ സ്ത്രീ ചെയ്യണത് അവർക്കുള്ള ഭക്ഷണമല്ല ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നത്. പേഴ്സ് തുറക്കുന്നു, പൈസ എടുക്കുന്നു, അങ്ങനെ അവർക്ക് ഒരു ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചായ കൊടുത്ത് അത് അവൻ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ അതിനെ നീക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അവൻ അതിൽ നിന്ന് എന്തോ എടുക്കുന്നുണ്ട്. എനിക്ക് തിന്നാനായിരിക്കുമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കുറേ നോക്കുന്നുണ്ട്. അപ്പോൾ അവന് തിന്നാനുള്ളതൊന്നല്ല എടുക്കണത്, പക്ഷെ ആ സ്ത്രീയുടെ സെക്യൂരിറ്റിയാണ് അവൻ. അതാണ് ഭയങ്കര അതിശയം, ഭയങ്കര സെക്യൂരിറ്റി കേട്ടോ. ആ സ്ത്രീനെ ഒരാൾ അരുകത്ത് കൂടെ ആരെങ്കിലും പോവുകയും എന്തെങ്കിലും ഇങ്ങനെ എന്താ പറയുക, ഒന്ന് തൊടാനോ അല്ലെങ്കിൽ ഒന്നിനും അവൻ സമ്മതിക്കുന്നില്ല. അവന് എപ്പോഴോ ഏതോ ഒരു ദിവസം എന്തോ കൊടുത്തപ്പോൾ അന്ന് മുതലുണ്ടായിരുന്ന ആ സ്നേഹമാണ് അവൻ കാണിക്കണത്. ചൂടുള്ള ചായ, നീ മാറി നിൽക്കടാന്ന് പറയുന്നുണ്ട്. ചൂടുള്ള ചായ അങ്ങനെ ഉണ്ടാക്കുക. ഞാൻ വിചാരിച്ചത് ആ സ്ത്രീക്ക് കുടിക്കാനായിരിക്കുന്നതാണ് ആ ചായ, പക്ഷേ അത് അവന് കുടിക്കാനായിരുന്നു ആ സ്ത്രീ വാങ്ങിയത്. അതാണ് എനിക്ക് ഭയങ്കര കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോയി. ആ സ്ത്രീ അത്രയ്ക്കും വയ്യാത്തൊരു സ്ത്രീ, നടന്ന് പൈസ ഇങ്ങനെ എരന്ന് അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് അന്ന് അവരുടെ ഉപജീവനമാർഗം നോക്കുന്നത്. പക്ഷെങ്കിൽ അവർ ആ ചായ അവന് കൊടുക്കുന്നത് കൊണ്ടു അവൻ അത്രയും സ്നേഹിക്കുന്നുണ്ട് ആ സ്ത്രീ. അവനും അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അവൻ ആ ഭാഗത്ത് ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് കേട്ടോ. അവിടെ വേറെ ഏതെങ്കിലും നായ്ക്കളോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഏതെങ്കിലും ആൾക്കാർ ആ പരിസരത്ത് വന്നാൽ ഇവൻ വേഗം ഓടിപ്പിക്കും. അല്ലെങ്കിൽ ആ സ്ത്രീയുടെ അടുത്ത് അഭിമര്യാദയായിട്ട് എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഇവൻ അവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. അല്ലാതൊരു അപ്പോൾ ചൂടായി പോയിട്ട് പാവം ചൂടായിട്ട് ഇങ്ങനെ തെറിപ്പിക്കുകയെന്ന് ഇത്തിരി ചൂടുള്ള ചായയായിപ്പോയി. ഊതി കൊടുക്കുന്ന നോക്കിയേ. ഇതുപോലത്തെ ഒരു മനുഷ്യന്മാരും വേണം, അതുപോലെ ഒരു മൃഗങ്ങളും വേണം അല്ലേ. എല്ലാ മനുഷ്യന്മാരും ഇതുപോലെ നല്ല നായ്ക്കളെ കണ്ടല്ല എല്ലാവരും ഓടിപ്പിക്കും. നായ കടിക്കാതിരിക്കാൻ എല്ലാവർക്കും പേടി തന്നെയാണ്. പക്ഷെ ആ സ്നേഹം, അവൻ കൊടുക്കുന്ന സ്നേഹം ആ സ്ത്രീ അവനും കൊടുക്കുന്നുണ്ട്. പാവല്ലേ, അവനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം. കുറേ ദിവസമായി ഞാനിങ്ങനെ വിചാരിക്കുന്നു, ഇവരെ ഒരു ദിവസമെങ്കിലും ഇവരുടെ വീഡിയോ എടുക്കണം. എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയിപ്പോയി. അതുകൊണ്ടാണ് ഇത്. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലിടണേ. വല്ലാത്തൊരു അപ്പോൾ ഭക്ഷണമൊന്നും അവന് വാങ്ങി കൊടുത്തിട്ടില്ല കേട്ടോ. ചായ അതിൽ ഒഴിച്ച് ഊതി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മെല്ലെ അവൻ എടുത്ത്, നേരത്തെ വായു ചൂട് നാവ് പൊള്ളിപ്പോയി അവൻ്റെ. അപ്പോൾ അവന് ഊതി കൊടുക്കുമ്പോൾ എടാ വന്ന് കുടിച്ചോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ മെല്ലനെ പോയിരുന്നാ കുടിക്കാൻ നോക്കാന്നേ. സൈഡിൽ കൂടെ മെല്ലെ നെക്കി കുടിക്കുന്നത്. എന്തൊരു സ്നേഹമാണ് ഭഗവാനെ. ഇതുപോലെയും വേണ്ടേ ആൾക്കാർ, വേണ്ടേ. അവന് വേറെ ആരുമില്ല കൊടുക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണമല്ലേ. അത്രയ്ക്ക് സ്നേഹം കാണിക്കുന്നുണ്ടാകും കണ്ടില്ലേ. അവർക്ക് ഞാൻ വിചാരിച്ചാൽ അവർക്ക് കഴിക്കാനായിരിക്കും ഈ ചായ വാങ്ങിയിട്ടുണ്ടാകുന്നത്. ഊതി കൊടുക്കുന്നത് കണ്ടോ. അത്രയ്ക്ക് സ്നേഹം എവിടെയാ കിട്ടുക അല്ലേ. അവനത് മെല്ലെ ഊതി കുടിക്കുന്നു. വല്ലാത്തൊരു കാഴ്ചയായിപ്പോയി. എനിക്ക് ഭയങ്കര, അല്ലാതെ ഇന്ന് മോർണിംഗിൽ കണ്ടൊരു വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഹാപ്പിയായി. ഇങ്ങനത്തെ ഈ ഒരു വീഡിയോ എനിക്കിഷ്ടമായി. എന്താ വെച്ചാൽ അത്രയും സ്നേഹത. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു വീണ്ടും ഊതി കൊടുക്കുക എന്നവർ, അവരുടെ ഒരു സ്നേഹം നോക്കി. അവരെന്നിട്ട് ലാസ്റ്റ് ആ ഉന്തുവണ്ടിയിൽ ഇങ്ങനെ നിരങ്ങി പോണത് കണ്ടപ്പോഴേ വല്ലാത്തൊരു വിഷമവും സങ്കടവും സന്തോഷവും തോന്നി. അവർക്ക് അവന് കൊടുക്കാനുള്ള മനസ്സ് കാണിച്ച് അവരോട്
ഒരു ബിഗ് സല്യൂട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലാത്തൊരു കുറച്ച് ഊതി കൊടുക്കുകയാണ്. ഒരു തെരുവ് നായി എന്നും പറഞ്ഞിട്ട് അവനെ ഓടിപ്പിക്കാനും പോയില്ല. അവനെ അവർ കെയർ ചെയ്യണത് കണ്ടു. ഇനി ഇത് വൈകിട്ടാകുമ്പോൾ ഒരു കാഴ്ച കേട്ടോ. വൈകിട്ട് ഇവർ ഇതുപോലെ തന്നെ ഭിക്ഷ അയച്ചിട്ടൊക്കെ വരും. എന്നിട്ട് അവൻ പിന്നാലെ വരുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് അവർ ഓട്ടോ കയറിയിട്ട് പോകുന്നവരെ കാത്തു നിന്ന് ആ ഓട്ടോയിൽ കയറിയിട്ട് പോകും. അതെനിക്കിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ അതൊരു ദിവസം ഒരു വീഡിയോ ആയിട്ടിട്ട് ഇടാം. ഇതെനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീൽ ചെയ്തത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ എടുത്തത്. ചായ മുഴുവൻ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് അവർക്കായിരിക്കും എന്നിട്ട് അവിടുത്തെ ഹോട്ടൽ താഴെ വിളിച്ച് പൈസയൊക്കെ കൊടുക്കുന്നതോ ഉണ്ട്. ആ പേഴ്സിൽ പൈസയൊക്കെ ഉണ്ട്. കഷ്ടപ്പെട്ട് എൻ്റേത് പൈസയൊക്കെ കയ്യിലുണ്ട്. പേഴ്സ് തുറക്കുമ്പോൾ ലാസ്റ്റ് കൈക്കും ബുദ്ധിമുട്ട്. ഈ കൈ കൊണ്ടാണ് നിരങ്ങുന്നത്. കൈക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ കൈക്ക് ബലമില്ല. അപ്പോൾ ആ കൈ കൊണ്ട് പൈസ എടുക്കാൻ പറ്റാണ്ട് ഇങ്ങനെ വായി കൊണ്ടാണ് പേഴ്സൊക്കെ സിപ്പൊക്കെ തുറന്ന് അന്ന് പേഴ്സ് എടുക്കുന്നത്. പാവം ഒരു സ്ത്രീ. 2 കുഞ്ഞു മക്കളും ഉണ്ട് കേട്ടോ. മക്കളെ ഒരു ദിവസം ഞാൻ ഇതുപോലെ കണ്ടവരെ 2 മക്കളെ. ഇതുപോലെയുള്ളവരെ നമ്മളൊക്കെ അങ്ങോട്ട് സഹായിക്കുക വേണ്ടതല്ലേ. നമുക്ക് അങ്ങോട്ട് ഇതുപോലെയുള്ള ആൾക്കാരെ നമുക്ക് അങ്ങോട്ട് സഹായിക്കാനും തോന്നട്ടെ. ദൈവം അവർക്ക് നല്ലൊരു ആരോഗ്യം കൊടുക്കട്ടെ അല്ലേ. മക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവരിങ്ങനെ ഇതാകുന്നത്. അതിൻ്റെ ഇടയിലാണല്ലോ ഇങ്ങനെ ഒരു നായ്ക്കുട്ടിക്കും അവർ ഭക്ഷണം കൊടുക്കുന്നില്ല. അപ്പോൾ അവരെ ഭഗവാൻ രക്ഷിച്ചോളും. ആ ഗ്ലാസ്സൊക്കെ കൊടുത്തു. അവർ തിരിച്ച് പോവാനുണ്ടാവും. ഞാനത് ഫുൾ വീഡിയോ കാണാൻ പറയുന്നത് വേറെ അവരാണോ കഴിക്കുന്നത് അതോ നായ്ക്കുട്ടിക്കാണോ കൊടുക്കണേന്ന് അറിയാൻ കഴിയുന്നത്. അപ്പോൾ കണ്ടു ആ നായ്ക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അവർ ആ ഹോട്ടലിലെത്തി അത് ചൂടുള്ള ചായ വാങ്ങി കൊടുത്തു. എന്നിട്ട് ആ സ്ത്രീ പോകുന്നതാണ്. നിരങ്ങി അവർ പോവുക. അതിൻ്റെ പിന്നാലെ പോകണം നോക്കി. അവരുടെ പിന്നാലെ അവരെവിടം വരെ എത്തിക്കേണ്ടത് വെച്ചാൽ അവിടം വരെ ഇങ്ങനെ എത്തിച്ചു. മനോഹരമായ ഈ ഒരു കാഴ്ച എല്ലാവരുടെയും മനസ്സൊന്നും എല്ലാവരുടെയും തണുക്കട്ടെ. ഇതുപോലെയുള്ളവരെയാണ് ഈ കാലിലും കൈക്കും ഇങ്ങനെ സുഖമില്ലാത്ത ഇവരെയാണ് സഹായിക്കേണ്ടത്. അവർക്കും ഒരു മനസ്സുണ്ട്. അതുകൊണ്ടാണ് എടാ മാറടാ നീ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓട്ടോ കയറാനെന്ന് വെച്ചിട്ട് ഓട്ടോൻ്റെ അടുത്ത് നിൽക്കണം കേട്ടോ. അവർ ഓട്ടോയിലാണ് പോവാറ്. അപ്പോൾ ഇത് വൈകിട്ടാണ് അവർ ഓട്ടോയിൽ പോവുക. കണ്ടോ കൈ കൊണ്ടാണ് അവർ കാല് നടക്കാൻ കഴിയില്ല. കൈകളിൽ ചെരുപ്പിട്ടിട്ട് കൈ കൊണ്ടാണ് നടക്കുന്നത്.